അടുക്കളയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ വെളുത്തുള്ളി നന്നാക്കുമ്പോഴോ ഇറച്ചി നന്നാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മീൻ നന്നാക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൈകളിൽ ഒരു വൃത്തികെട്ട മണം വരാൻ സാധ്യതയുണ്ടല്ലേ. നമുക്ക് ആ മണം അത്ര വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മൾ ആ മണം കളയാനായിട്ട് ഒരുപാട് പൊടിക്കൈകൾ നോക്കാറുണ്ട്. അതിലൊന്നാണ് സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക എന്നുള്ളൊരു കാര്യം. ചില സമയത്ത് എത്ര കഴുകിയാലും ഈ മണം പോവാത്ത പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് രാവിലെ അടുക്കളയിൽ കയറി ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഈ മണം എങ്ങനെ മാറിക്കിട്ടുന്നൊക്കെ ആലോചിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു മണം മാറ്റാനായിട്ട്, അതായത് അടുക്കളയിൽ പണിയെടുത്തതിന് ശേഷം നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന ദുർഗന്ധം മാറ്റാനായിട്ടുള്ള ചില പൊടിക്കൈകൾ ഞാൻ പറഞ്ഞു തരട്ടെ. വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന ദുർഗന്ധം മാറാനായിട്ട് ആദ്യം കുറച്ച് ഉപ്പ് നമ്മുടെ കൈയിലേക്ക് ഇടുക. പരസ്പരം 2 കൈകളും ഉപയോഗിച്ച് കൂട്ടിത്തിരുമുക. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകാം. ഏത് ദുർഗന്ധവും പമ്പ കടക്കും എന്നാണ് പറയുന്നത് കേട്ടോ. പമ്പ കടന്നില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു മണം മാറ്റി നിർത്താം. ഇനി രണ്ടാമത്തെ വഴി, നമ്മുടെ വീട്ടിൽ മൗത്ത് വാഷോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റോ ഒക്കെ ഉണ്ടാവില്ലേ, ഇത് ഉപയോഗിച്ച് കൈകളിലെ ദുർഗന്ധം നമുക്ക് അകറ്റാം. എങ്ങനെയാണെന്നല്ലേ, കുറച്ച് മൗത്ത് വാഷ് അല്ലെങ്കിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് നമ്മുടെ കൈകളിൽ തേച്ച് പിടിപ്പിക്കുക, നല്ല പോലെ ഉരസുക, അതിനുശേഷം വെള്ളത്തിൽ കഴുകിക്കളയാം. ദുർഗന്ധം പമ്പ കിടക്കും. വെളുത്തുള്ളിയോ സവാളയോ അരിഞ്ഞതിന് ശേഷം ആ ഒരു സ്മെല്ല് നമ്മുടെ കൈകളിൽ എന്തായാലും ഉണ്ടാവും അല്ലെ. ഇത് മാറാനായിട്ടുള്ള ഒരു കിടിലൻ വിദ്യ ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ വീട്ടിൽ തൈര് കടയാറില്ലേ, ഇതേപോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂൺ എടുത്തിട്ട് നമ്മുടെ കൈകൾ ഈ ഒരു തൈര് കടയുന്നത് പോലെ ഇങ്ങനെ കടഞ്ഞെടുക്കുക. കുറച്ചു നേരം പുറത്തും അതേപോലെ തന്നെ വെള്ളത്തിനടിയിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മെല്ല് മാറും എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എന്റെ സ്മെല്ല് ഒരു പരിധിവരെ മാറി കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. നെക്സ്റ്റ് വഴി എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ഒരു കിടിലൻ ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാട്ടോ. വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടാവില്ലേ, അച്ചാറിടാനോ അല്ലെങ്കിൽ വെള്ളം കലക്കാനോ ആയിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ, നമ്മുടെ കൈകളിൽ എന്തെങ്കിലും ദുർഗന്ധം ഉണ്ടെങ്കിൽ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് നമ്മുടെ കൈകളിൽ ആക്കിയതിനു ശേഷം നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൈ കഴുകിയെടുക്കാം. കുറച്ചു നേരം വെച്ചതിന് ശേഷം വേണം കൈ കഴുകിയെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെറുനാരങ്ങ മുറിക്കാതെ എടുക്കുക, കയ്യിൽ വെച്ച് നല്ല പോലെ ഉരുട്ടുക. ഇങ്ങനെ ചെയ്താലും കൈകളിലെ ദുർഗന്ധം മാറുമെന്ന് പറയുന്നു. ചെറുനാരങ്ങ ദുർഗന്ധം ഇല്ലാതാക്കുന്നത് പോലെ നമ്മുടെ വിനാഗിരിക്കും സാധിക്കട്ടോ. അതിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദുർഗന്ധമുള്ള നമ്മുടെ കൈകളിൽ കുറച്ച് വിനാഗിരി ചേർക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. വിനാഗിരി നല്ല പോലെ നമ്മുടെ കൈകളിൽ ഉണങ്ങാനായിട്ടുള്ള സമയം കൊടുക്കണം. അതിനുശേഷം കൈകൾ വൃത്തിയായി നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ദുർഗന്ധം മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി അവസാനത്തെ ഒരു ടിപ്പ്, ഇപ്പോൾ മീനൊക്കെ മുറിച്ചതിന് ശേഷം കൈകളിൽ ദുർഗന്ധം ഉണ്ടാവില്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു സമയത്ത് നമ്മുടെ കൈകളിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയാം. ഈ പറയുന്ന മണമെല്ലാം മാറിക്കിട്ടും. അപ്പൊ ഈ ടിപ്സ് ഒക്കെ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. കിടിലൻ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.